ഹലോ അസ്സാം വലൈക്കും. ഞാൻ കുറേ മാസങ്ങളായി വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല, സമയം കിട്ടാണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കണതും മറ്റു ഫുഡും എന്തെങ്കിലും ഉണ്ടാക്കണതും യാത്രയും. കസിൻസ് കുറച്ചുണ്ട്, ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകുന്നതും വരുന്നതും എല്ലാം ഞാൻ എടുക്കലുള്ളതാണ്, ഇടലുള്ളതാണ്, യൂട്യൂബിൽ ഇടലുള്ളതാണ്. പക്ഷേ കുറേ നാളായിട്ട് എനിക്ക് സമയം കിട്ടണില്ല ഇടാനായിട്ട്. മറ്റൊന്നുമല്ല, ഹസ്ബൻഡിനും ഉമ്മാക്ക് വയ്യാണ്ടായിട്ട് എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഉമ്മ മരിച്ചു. ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാനൊന്ന് സമയം കിട്ടി. അപ്പോൾ ഞാൻ ഇപ്പോഴും കസിൻസിൻ്റെ കൂടെയാണ് പോണത്. പക്ഷെ ഇപ്പോൾ എൻ്റെ അനിയത്തി ഞങ്ങളുടെ കൂടെ ഇല്ല, അവൾ വേറെ സ്ഥലത്ത് പോയിരിക്കണേണ്. അത് കാരണം അവളും ഉണ്ടാവും എപ്പോഴും എൻ്റെ കൂടെ. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തും പോകൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടി പോണ സ്ഥലം എവിടെയെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ന് ശിവരാത്രി മണപ്പുറത്ത് ഞങ്ങൾ എല്ലാ വർഷവും ശിവരാത്രി മണപ്പുറത്ത് ഞങ്ങൾ പോകലുള്ളതാണ്, ആലുവ ശിവരാത്രിക്ക്. അപ്പോൾ അവിടെയും ഇന്ന് പോയ പിന്നെ ഇനിയിപ്പോൾ നോയമ്പായി കഴിഞ്ഞാൽ അവിടെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയും പോകണം. അതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടാട്ടാ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കണേണ്. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ആയിട്ടാണ് പോകുന്നത്. ഞാൻ ആലുവയിലേക്ക് പോകണം. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന പുക്കാട്ടുപടിയിലാണ്. അപ്പോൾ ഇന്ന് ഷോപ്പിലേക്ക് പോയില്ല. ഹസ്ബൻഡും ഞാനും കൂടി പോയില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് അവരോട് പൊക്കോ എന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ സൺഡേമല്ലേ ഇത്തിരി കുറവായിരിക്കും കച്ചവടം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവരോടൊന്ന് പോവാണ്. അപ്പോൾ പോണ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങണേണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല ഭംഗിയാണ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും വീടും പരിസരവും എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് എൻ്റെ ചെടികളൊക്കെ. ഇവിടെ നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്ന ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എല്ലാം വാടി നല്ല വെയിലാണ് ഇവിടെ. പിടിച്ച് വരണുള്ളൂ. പായി കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ വേറൊരു പപ്പായയും കൂടി ഉണ്ട് ഇവിടെ. വേണ്ട, ഇത് ആയി വരണുണ്ട്. ഇത് എന്താ ഇങ്ങനെ എന്താ വീടിൻ്റെ മതിലിൻ്റെ അറ്റത്തേക്ക് നീങ്ങിയിട്ടാണ് വേസ്റ്റ് കൊണ്ടിടണതും കത്തിക്കണതും ഒക്കെ. പിന്നെ ഇവിടെ ചുറ്റും നല്ല അയൽവാസികളെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. നല്ല നല്ല ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ആലുവ എത്തി. നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ മുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഉമ്മയുടെ തറവാട് മണപ്പുറത്തേക്ക് പോണ വഴിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ്, അതിൻ്റെ അടുത്ത് തന്നെ കസിൻ്റെ വീടും, അവിടെ ചെന്നിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പോണത്. അങ്ങനെ ഞാൻ മുത്തുമാൻ്റെ വീട്ടിലെത്തിയിട്ടാ. മുത്തുമാൻ്റെ മോള് തന്നെയാണ്. അങ്ങനെ മുത്തുമാൻ്റെ മൂത്ത മോനാണ് അത്. പിന്നെ പിന്നെ ഇനി ആൾക്കാരൊക്കെ വരാനുണ്ട്. മുത്താപ്പയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കണ്ടിട്ട് ഓടണേനെ കാണുന്നത്. അങ്ങനെ എല്ലാവരും നോക്കി ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാനാണ് ആദ്യം എത്തിയത്. 9:30 എത്താൻ പറഞ്ഞു. 9:30 എത്തി ഞാൻ. പിന്നെ വന്ന ആൾക്കാരൊക്കെ കുറേ വൈകി. പിന്നെ അതേ മാമാൻ്റെ മക്കൾ, അവരോട് അടുത്ത് തന്നെ താമസിക്കുന്ന പറഞ്ഞ ഉമ്മാൻ്റെ തറവാട്, അവിടെ അടുത്ത് നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഓരോരുത്തരെത്തി. ആൾക്കാരിത് വന്നവരൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ഫോട്ടോ എടുക്കലായി, മാങ്ങ പറിക്കല, മാങ്ങ കടിച്ചുകൊണ്ട് നിൽക്കണത്, അങ്ങനെ പലതരത്തിൽ പോസ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തേക്കണം. അങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ. കുറേ നാളായി ഞാനിതിലൊന്നും പെടാറുണ്ടായില്ല. 3-4 മാസമായിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെ, മാമാൻ്റെ മോളാണിത്, ഷീജ. അവളിത് മാങ്ങ കടിക്കണ കണ്ട് പോസ് ചെയ്ത് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ആൾ വന്ന് ദിൽഷ, ജഗ, പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ ഭാര്യമാർ.
കസിൻ ബ്രദേഴ്സിൻ്റെ ഭാര്യമാരുണ്ട് കേട്ടോ. അവർ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളിതേ പോയത് നല്ല വണ്ടിയിലാണ്. ടക്കായിൻ്റെ കൂടെയാണ് ഞാൻ കയറിയത്, ഞാനും ദിൽഷായും കയറി. കുറച്ചങ്ങടെ ചെന്നപ്പോഴത്തേക്കും ഈ പറൂർക്കവല ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഒന്ന് നിന്നുപോയി. വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ പോയത് വേറൊരു വണ്ടിയിലാണ് കേട്ടോ. അതിലും വലിയ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പോണത് എവിടെയെന്ന് പറയാം, മലയാറ്റൂർ കുറേ നാളെല്ലാവരും കൂടി പുഴയിൽ പോകാൻ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും സമയം കിട്ടാനില്ല. അങ്ങനെ പിന്നെ പോയതാണ്, എല്ലാവരും കൂടി സമയം ഒപ്പിച്ച് അങ്ങനെ പോയി. അങ്ങനെ നല്ലതേ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അന്ന് ഞങ്ങളവിടെ എത്തി. ഏകദേശം ഒരു അരമണിക്കൂർ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ അവിടെ വരെ പോകാനായിട്ട്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അങ്ങനെ എല്ലാവരും വന്നിറങ്ങി. ഞങ്ങളിതേ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കണുണ്ട് കുളിക്കാനായിട്ട്. എല്ലാവരും വന്നിട്ട് ഇട്ട ഡ്രസ്സോടുകൂടി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഒരു മേള വരുന്നു അതിൻ്റെ ഉള്ളിൽ പുഴയിൽ കിടന്നിട്ട്. എല്ലാവരും നീന്തലും തുടിക്കലും കളിക്കലും ഒക്കെ ആയിരുന്നു. ഇതേ ഇപ്പം നോക്കിക്കോ, രണ്ടുപേരും പൊങ്ങി വരണണ്ട. ഏതായാലും നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കുറേ നാളിന് ശേഷം ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ കിട്ടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഓരോ പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നരൻ, ഞാനൊരു നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പാടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അതേ ഞങ്ങളും അവരെ കൂടെ തന്നെ കളിക്കുന്നു എന്നിട്ട് പുറകയിൽ നിന്നിട്ട്. ഇങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും വെറും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇത്. പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കയറി. ഓരോരുത്തർ എല്ലാവരും നനഞ്ഞ ഡ്രസ്സോടുകൂടി തന്നെ ഉണ്ട് പിന്നെ വണ്ടിയിൽ കയറിയിരുന്നു. ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ്. ഒരാളുടെ കാറിൻ്റെ ചാവി കാണുന്നുണ്ടായിരുന്നു. പിന്നെ അത് അന്വേഷിച്ചടക്കലായി. അവസാനം അത് കിട്ടി. പിന്നെ അതൊക്കെ അത് തപ്പണതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ പിന്നെ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ടോണേനു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ദേ ഈ കാറിലാണ് ലാസ്റ്റ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അതേ നടന്ന് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കണേട്ടെ ഞങ്ങൾ. പിന്നെ നോക്കിയപ്പോൾ ദേ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചാട്ടവും ഭയങ്കര കളി. എന്തായാലും മുകളിലേക്ക് കയറും, താഴത്തേക്ക് ചാടി ഓടുന്ന് കളിക്കണായിരുന്നു. അങ്ങനെ ചാടി മാറി നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ആദ്യം ആ കാറും കൊണ്ട് പോയ അവർ തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് അവിടെയൊക്കെ കണ്ട്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ കണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അമ്പലവും പരിസരവും എല്ലാം നിശബ്ദതയായിട്ടിരിക്കുന്നത്. ദേ ഞങ്ങൾ പോണ കാറ് ദേ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാവരും അതിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ്. ഈ അമ്പലം ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് കേട്ടോ. ഇത് മലയാറ്റൂരുള്ള. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, പരിസരവും അമ്പലവും എല്ലാം. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ.
പകുതിക്ക് വെച്ച് കേടായത്. എന്നിട്ട് അതിലും വലിയ കേടായ ഒരു വണ്ടിയാണ് ഇപ്പൊ കേറിയേക്കണത്. ഇതാണ് മലയാറ്റൂർ പള്ളി. കട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. പറ്റിയ കട്ടവണ്ടി തള്ളി അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വൈകിട്ട് ഇതേ മണപ്പുറത്തേക്ക് ഇറങ്ങി. ആലുവ ശിവരാത്രി മണപ്പുറം തുടങ്ങി അന്ന് തന്നെ ഉണ്ട് ഞങ്ങളൊന്ന് പോയി കണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ പോകലുണ്ട് കേട്ടോ, കസിൻസ് എല്ലാവരുമായിട്ട് പോകലുണ്ട്. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ടേ പോകലുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട് അവിടെ തന്നെ എല്ലാ വെക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി 2 ദിവസം മണപ്പുറത്ത് നിന്ന് കറങ്ങിന്. അവിടെ എത്ര ദിവസം നിൽക്കുന്നു അത്രയും ദിവസം ഞങ്ങൾ എന്നും വൈകിട്ട് മണപ്പുറത്ത് പോലെയാണ്. ആ ഒരു ഇത് കുറേ നാൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും അതൊരു ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോകണം, കാഴ്ചയൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ നോയമ്പായ കാരണം നോയമ്പിന് മുമ്പ് ഒന്ന് കറങ്ങിയിട്ട് പോകുന്നതാണ്. എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അകത്ത്. എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കടകളും ഒരുപാട് പരിപാടികളും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ കുറേ കണ്ട് നടന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം ആയിട്ട് പോന്ന്. ഇതൊരു മൂത്തുമ്മാൻ്റെ മോനായിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം. എല്ലാവരും കൂടി നിരന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാനും ഓടിക്കയറി, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാനും ഓടിക്കയറി അങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങൾ. ഇത് ബാബി, ഇതും ബാബി എന്നിട്ട് വിളിക്കണം. മാമാൻ്റെ മോളാണ്, മൂത്ത മാമാൻ്റെ മോളാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതും ഇതൊക്കെ കണ്ട് നടന്ന് വർത്താനം പറഞ്ഞു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ ആയിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചെല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പോകണമായിരുന്നല്ല. പിന്നെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഏതായാലും നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം പോയി. ഞാനാണ് ആദ്യം വന്നതേ, അപ്പോൾ എനിക്ക് വേഗം എത്തണമായിരുന്നു. അത് കാരണം ഞാൻ തിരിച്ച് വേഗം പോയി. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് പരിന്തിനുണ്ടാക്കി ഗാനമേളയെ കടക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും. ആ കരയണ സൗണ്ട് കേൾക്കുന്നത് അവിടെ ഒരു യക്ഷിയുടെ എന്തോ ഒരു പേടിപ്പിക്കുന്ന എന്തോ സംഭവം ഉണ്ട്. അതൊക്കെ കരയണ സൗണ്ടൊക്കെ കേട്ടത്. പിന്നെ ഇതൊക്കെ കാണുന്ന ഒരു രസമല്ല. അതൊക്കെ കണ്ടും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ റംസാനായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.